ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിലായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ് അന്വേഷണ സംഘം ഈ കേസിലെ 3ാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് വാസുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അല്ലേ? ഐശ്വര്യ, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു കാൽവയ്പ് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം എൻ വാസുവിന്റെ അറസ്റ്റ് സംബന്ധിച്ച് അറസ്റ്റ് വൈകുന്നു എന്ന് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം വാർത്താ സമ്മേളനത്തിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പിന്നിൽ CPM ഉൾപ്പെടെയുള്ള ലോബിയുണ്ട്, CPM സർക്കാരിനൊക്കെ ഇതിനകത്ത് വലിയ പങ്കുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം എൻ വാസുവിന്റെ അറസ്റ്റ് വൈകാനുള്ള കാരണമായി അന്വേഷണ സംഘത്തിന്മേലുണ്ട്, SITക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള കടുത്ത സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് അടക്കമുള്ള കടുത്ത ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എൻ വാസു മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ഒക്കെ ആയിരുന്ന എൻ വാസുവിനെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എൻ വാസുവിനെ പ്രതി ചേർത്തിരുന്നു. ഇപ്പോൾ എൻ വാസുവിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകളോളൊക്കെ ചോദ്യം ചെയ്തൊക്കെ നമുക്ക് ദിവസങ്ങൾക്ക് മുമ്പ് എൻ വാസുവിന്റെ ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും പിന്നെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കം നിർദ്ദേശം നൽകിയ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. ഈ അന്വേഷണ സംഘം ഓരോ ഘട്ടത്തിലും വാസുവിനെ ചോദ്യം ചെയ്യുമ്പോഴും നിർണായകമായ തെളിവുകൾ അവർക്ക് ലഭിച്ചിരുന്നു. കാരണം എൻ വാസുവിന് കൃത്യമായി അറിയാമായിരുന്നു ഇതിനകത്ത് ഈ സ്വർണ്ണപ്പാടി 2019 ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്ന വേളയില് കൃത്യമായി എൻ വാസുവിന് അറിയാമായിരുന്നു അത് സ്വർണം തന്നെ, അത് ചെമ്പാണ് എന്ന് എഴുതി ചേർക്കുകയായിരുന്നു എന്ന് എൻ വാസുവിന് കൃത്യമായി അറിയാമായിരുന്നു എന്ന ഏറ്റവും നിർണായകമായ തെളിവ് അടക്കമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാസുവിനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ മുമ്പ് ഈ എൻ വാസു സംശയത്തിനെതിരെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെയും മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്ന ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് സമയത്തൊക്കെ അന്നൊക്കെ തന്നെ എൻ വാസു തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, തന്റെ അറിവോടു കൂടിയോ ഒന്നും ആയിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് അടക്കം നിരവധി തവണയാണ് എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ അദ്ദേഹം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പക്ഷേ SIT തെളിവുകൾ ശേഖരിച്ച് രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ആ സമയത്തുണ്ടായിരുന്ന, അതായത് വിജയ് മല്യ നൽകിയ സ്വർണവും ഒക്കെ തന്നെയുള്ള രേഖകളും ഒക്കെ പിന്നീട് കണ്ടെത്തിയിരുന്നു ദേവസ്വം ആസ്ഥാനത്ത് നിന്നൊക്കെ തന്നെ. ആ രേഖകളൊക്കെ പരിശോധിക്കുകയും മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലും തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ വാസുവിന് കൃത്യമായ പങ്കുണ്ടായിരുന്നു. എൻ വാസുവിന് അറിയാമായിരുന്നു അത് ചെമ്പാണ്, സ്വർണമാണ്, സ്വർണത്തെ ചെമ്പാക്കി എഴുതി നൽകിയത്, മഹസർ എഴുതി നൽകിയത് അടക്കം എൻ വാസുവിന് കൃത്യമായി അറിയാമായിരുന്നു എന്ന് രേഖകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം SITക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അപ്പോഴും SITക്ക് അറസ്റ്റിലേക്ക് നീങ്ങാനായി വൈകിയിരുന്നു. ഈ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണം, തെളിവുകളില്ലാതെ അറസ്റ്റിലേക്ക് നീങ്ങാൻ പാടില്ല എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു തെളിവുകൾ, കൃത്യമായ തെളിവുകളുടെ ഒരു അഭാവം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് ഇപ്പോഴും വൈകാൻ കാര്യം. പക്ഷെ പിന്നീട് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി പ്രതിപക്ഷം പറഞ്ഞിരുന്നതും എൻ വാസു ഒരു ദേവസ്വം കമ്മീഷണറായിരുന്നു. ദേവസ്വം കമ്മീഷണറായി വിരമിച്ച എൻ വാസു മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ തൊട്ടടുത്ത ടൈമിൽ ആ സമയം തന്നെ എൻ വാസുവാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷനായി വരുന്നത്. അതുകൊണ്ട് തന്നെ CPMനും സർക്കാരിനും ഒക്കെ CPMുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണ് എൻ വാസുവിനുള്ളത്. മറ്റാരേക്കാളും ഏറ്റവും അധികം ബന്ധം എൻ വാസുവിന് CPMുമായി ഉണ്ട്. അതുകൊണ്ടാണ് എൻ വാസുവിനെ ചുറ്റിപ്പറ്റിയ അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു. അത് മാത്രവുമല്ല, എൻ വാസു പിടിയിലാവുകയും അറസ്റ്റിലാവുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ തെളിവുകളും കൂടുതൽ പേരുടെ പങ്കൊക്കെ, അതായത് സർക്കാർ തലത്തിലും CPM തലത്തിലുമൊക്കെ കൂടുതൽ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുമ്പോഴും അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ മാത്രമല്ല എന്നെ കുടുക്കിയതാണ്, കൂടുതൽ പേര് ഇതിന്റെ പിന്നിലുണ്ട് എന്നടക്കം അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞത് തന്നെ കുടുക്കി എന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു ഗൂഢസംഘം ഇപ്പോഴും ഉണ്ട്. പല വട്ടം തന്നെയും പ്രതിപക്ഷമൊക്കെ തന്നെ അത് BJP ആയാലും കോൺഗ്രസ് ആയാലും നിരവധി തവണയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. പല രീതിയിൽ പല ഉന്നതരിലേക്കും ഇത് നീളുമെന്നൊക്കെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ എൻ വാസുവിന്റെ അറസ്റ്റോടുകൂടി ഒരു വഴിത്തിരിവിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ വാസു
വാസു പിടിയിലായി അറസ്റ്റിലാകുമ്പോൾ പക്ഷേ ചോദ്യം ചെയ്യലും അദ്ദേഹത്തിന് റിമാൻഡ് അടക്കം വരും, അല്ലെങ്കിൽ അന്വേഷണ സംഘം. ശരി അൻഫീൽഡ്, വ്യക്തമാണ്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉന്നതർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് ഈ ഭരണപക്ഷം പറയുമ്പോഴും ഇപ്പോൾ ഇതാ ഉന്നതരിലേക്ക് അന്വേഷണം പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി എൻ വാസുവിനെ SIT ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഇന്നും ഇതേ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്ന ഒരു ഘട്ടം എത്തുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ റാന്നിയിൽ കോടതിയിൽ ഉടനെ ഹാജരാക്കുമായിരിക്കുമല്ലോ അല്ലേ? ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? അത് റാന്നി കോടതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തെയും ഹാജരാക്കുക. കാരണം അത് സംശയമില്ല. കാരണം റാന്നി കേസ് നടക്കുന്നത് റാന്നി കോടതിയിലാണ്. അതുകൊണ്ട് തന്നെ SITയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന എല്ലാവരും, അറസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും റാന്നി കോടതിയിലാണ് ഹാജരാക്കുന്നത്. ഇന്ന് തന്നെ റാന്നി കോടതിയിലേക്ക് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ കൊണ്ടുപോകും. ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. ജനറൽ ആശുപത്രിയിലോ ഫോർട്ട് ആശുപത്രിയിലായിരിക്കും വൈദ്യപരിശോധന. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്ന് അന്വേഷണ സംഘം റാന്നി കോടതിയിൽ കൊണ്ടുപോകും. പക്ഷെ അത് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മജിസ്ട്രേറ്റ് മുന്നിലെങ്കിലും അദ്ദേഹത്തെ ഹാജരാക്കി റിമാൻഡോ അല്ലെങ്കിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇത് തന്നെ എൻ വാസുവിനെ റാന്നിയിലേക്ക് കൊണ്ടുപോകും തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇതിന് പിന്നാലെ ഇത് വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവ് തന്നെ അന്വേഷണത്തിൽ, അതായത് ഒരു 2ാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം മുരാരി ബാബു അടക്കമുള്ള മറ്റ് ദേവസ്വം ഓഫീസിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ഏറ്റവും നിർണായകമായ 2ാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം. എൻ വാസു മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, അതിനപ്പുറം ദേവസ്വം ബോർഡ് കമ്മീഷണർ, ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ്. സർക്കാരുമായും CPM പാർട്ടിയുമായും ഏറ്റവും അടുത്ത ബന്ധമുള്ള ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയിലേക്ക്, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനിലേക്കാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന വ്യക്തിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ മുരാരി ബാബു പോലുള്ള ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അറസ്റ്റിലാകുന്നു എന്ന് പറയുമ്പോഴാണ് ഈ കേസിന് എത്രത്തോളം വ്യാപ്തി, അല്ലെങ്കിൽ ഈ കേസിന് എത്രത്തോളം ഏതൊക്കെ ആഴത്തിലേക്കാണ് ഈ കേസ് കടന്നു ചെല്ലുന്നത്, അല്ലെ അതിനപ്പുറത്തേക്ക് ഏതൊക്കെ ഉന്നതരിലേക്കാണ് ഇത് എത്തുന്നു എന്നതിന്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമായി ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റിനെ നമുക്ക് വിലയിരുത്താം. ഇവിടെ കഴിയുന്നത് ഇതൊരു ഘട്ടം മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് എൻ വാസുവിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ആകും ഇത് മറ്റുന്നതരിലേക്ക്. പക്ഷെ അപ്പോഴും ഉയരുന്നൊരു ചോദ്യം, ഈ ഉന്നതർ എന്ന് പറയുമ്പോൾ ഈ എൻ വാസുവിൽ മാത്രമായി ഇവിടെ നിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് എത്തുമെന്ന്. കാരണം ദേവസ്വം ബോർഡിലെ മന്ത്രിമാർ, ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക്, മുൻ മന്ത്രിമാർക്ക്, ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുന്നതിനൊരു ആരോപണവും ആക്ഷേപവും ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം വാസുവിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ നീക്കം തന്നെയാണ്. കാരണം ഇതൊരു ഈ അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇനി അതിന്റെ ചുവട് പിടിച്ചുള്ള മറ്റു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയും, മാത്രമല്ല ഇത് കോടതിയിൽ ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴൊക്കെ തന്നെയും ഇതിൽ കുറ്റപത്രത്തിൽ എന്തൊക്കെയാകും കൃത്യമായ തെളിവുകളടക്കം അന്വേഷണ സംഘം എഴുതി ചേർക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിനപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിക്കുമ്പോൾ അത് ആരിലേക്കാകും എത്തിച്ചേരുക, എന്തൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ എൻ വാസുവിനെതിരെ ഉണ്ടാവുക. ഇതിൽ നിന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ നിന്നാണ് ഇതിന്റെ എൻ വാസു ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം അടക്കം ഇതിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ എത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യമാണ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അടക്കമുള്ള. ഒരിക്കലും അതിനകത്ത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തത്തിന്റെ പേരിലല്ല എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഉറപ്പായും അദ്ദേഹം ഇതിന്റെ കുറ്റക്കാരനാണ്, പ്രതിയാണ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പ്രധാന പ്രതിയാണ് എന്ന രീതിയിലാണ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐശ്വര്യ. ശരി അൻഫീൽഡ്, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ എൻ വാസു എന്ന് പറയുന്നത് 2 തവണ ദേവസ്വം കമ്മീഷണറായി ചുമതല വഹിച്ചിട്ടുണ്ട്. കൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും ചുമതല വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭരണകാലയളവിലാണ് ഇത്രയും വലിയ അഴിമതികളും ഈ ഒരു സ്വർണ്ണക്കൊള്ളയും എല്ലാം നടന്നിരിക്കുന്നത്. ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രബലൻ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതൻ എന്ന് പറയുന്നത് ഈ എൻ വാസു തന്നെയായിരുന്നു. അതായത് ഇനി എൻ വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങുക അല്ലേ? തീർച്ചയായും യാതൊരു സംശയമില്ല. കാരണം ഈ എൻ വാസു എന്ന് പറയുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥരിലേക്കോ അല്ലെങ്കിൽ ഇടനിലക്കാരനായിരുന്ന സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയിലെ അറസ്റ്റ് ചെയ്തു എന്നതിനല്ല, അതിനപ്പുറത്തേക്കൊരു വ്യാപ്തി അത്രത്തോളം ഉണ്ട്.
എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നിടത്തോളം, കാരണം പ്രതിപക്ഷം എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും പാർട്ടിയിലെയും സർക്കാരിലേക്ക് ഉന്നത ആരൊക്കെയോ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നൊക്കെ ഒരു വിലങ്ങ് തടിയാൻ നിൽക്കുന്നു, അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എൻ വാസുവിന് ഇത്രയേറെ സംരക്ഷണം ഉണ്ടായിരിക്കുന്നത്? കാരണം എൻ വാസു അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാരുമായും പാർട്ടിയുമായി അത്രയേറെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഈ മറ്റുന്നതരിലേക്ക്, കാരണം എൻ വാസു നിൽക്കുന്നില്ല, ഇതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി, 3 മന്ത്രിമാരിലേക്കാണ് ഈ സംശയം. പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് 3 മന്ത്രിമാരാണ്. ആ 3 മന്ത്രിമാരിലെയും വകുപ്പുകളിലേക്കും തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ആരൊക്കെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ളത് അടക്കം ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ വാസുവിന്റെ അറസ്റ്റിന് ശേഷം, ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ചോദ്യം ചെയ്യാനെങ്കിലും മുൻ മന്ത്രിമാരെ വിളിക്കുന്ന രീതിയിലേക്ക്, അവർക്ക് നോട്ടീസ് നൽകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയാൽ പോലും ഈ കേസിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഈ അന്വേഷണം എത്രത്തോളം ഗുരുതരമാണ്, ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ സ്വർണ്ണ കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടന്നത്, ഈ ഹൈക്കോടതിയുടെ ഓരോ പരാമർശവും നമ്മുടെ മുന്നിലുണ്ട്. എത്രത്തോളം ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചു ഒരുപക്ഷെ അന്വേഷണ സംഘം വിളിക്കുന്ന രീതിയിലേക്ക്, കാരണം ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല ഈ അധ്യക്ഷനല്ല, അന്ന് പത്മകുമാർ അധ്യക്ഷനായിരിക്കുന്ന ആ ഭരണസമിതി 3 ടീമിലുണ്ടായിരുന്ന 3 ഭരണസമിതികളിലേക്കും അന്വേഷണം നീളുകയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സർക്കാർ തന്നെ ഓരോ ഘട്ടങ്ങളിൽ പറയുന്നത്, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയാൽ പോലും ഓരോ ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് ഇത് അന്വേഷണത്തെ എല്ലാം പുറത്തു വരട്ടെ, ആരായിരുന്നു കുറ്റക്കാരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല. അതിനപ്പുറത്തേക്ക് CPM പറഞ്ഞിരുന്നത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഭരണസമിതിയുമായി ഇപ്പോഴും ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു. അതിന്റെ തെളിവുകളടക്കം അവർ പല ഘട്ടങ്ങളിലും പുറത്തുവിട്ടിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൂടെ ആ ഒരു ഘട്ടത്തിലേക്ക് 2016 മുൻപുള്ളൊരു ഘട്ടത്തിലേക്കും വീണ്ടും അന്വേഷണം നീളുമെങ്കിൽ അത് എത്രത്തോളം വിപുലമായ അല്ലെങ്കിൽ എത്രത്തോളം പുറകിലോട്ട് ആകും ഈ അന്വേഷണം നീളുക എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. പക്ഷെ അതേസമയം നിലവിലിപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാക്കി നിൽക്കുന്ന ഒരു ഇടപെടലായി തന്നെ നമുക്ക് ഇതിനെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരുന്നു. കാരണം എല്ലാ ഘട്ടത്തിലും എൻ വാസു വിരൽ ചൂണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നുള്ള ഒരു കാരണം സർക്കാരിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ CPM സർക്കാരും ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുന്ന ഒരു വേളയാണ്. എന്തായാലും സ്വാഭാവികമായും ഈ പ്രതിപക്ഷത്തിന്റെ ഇതിന്മേലുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിൽ പ്രതികരണമൊക്കെ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാടും. അതേസമയം ഇപ്പോഴും എൻ വാസുവിന്റെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ഇനി വാസുവിൽ നിന്ന് മറ്റ് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരും അതിനപ്പുറത്തേക്ക് മന്ത്രിമാരിലേക്ക് തന്നെ അന്വേഷണം നീളുമോ എന്നാണ് അറിയേണ്ടത്. ഇത് തന്നെയാണ് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിലായിരിക്കുകയാണ്. കേസിൽ 3ാം പ്രതിയാണ് വാസു. SITയുടെ 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് വീണ്ടും നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് എൻ വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തെ റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.